ഹലോ ഫ്രണ്ട്സ്, സ്പിരിച്വൽ ഡോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 5 മിനിറ്റ്സ് മോർണിംഗ് റൊട്ടീനെ കുറിച്ചാണ്. ഇതിനെ ഞാൻ 5 മിനിറ്റ്സ് മോർണിംഗ് മൈൻഡ് സെറ്റ് മാസ്റ്ററി റൊട്ടീൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് ഷോർട്ടാണ്, അതായത് 5 മിനിറ്റിൽ കൂടരുത്. ഈ മോർണിംഗ് റൊട്ടീനിൽ 5 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ തുടങ്ങിയാലോ? ആദ്യത്തെ 1-ാമത്തെ മിനിറ്റ്, നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് തയ്യാറാക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും 1 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന്. അതായത് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തിനോടാണോ നന്ദിയുള്ളത് ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. നിങ്ങളുടെ ആ ദിവസം മുഴുവൻ മികച്ചതാക്കാൻ പെട്ടെന്നുള്ള ഈ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് തയ്യാറാക്കൽ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്കുള്ള എല്ലാത്തിനും ഡെയിലി നന്ദിയുള്ളവനായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ആകർഷകമായ കാര്യങ്ങൾ കടന്നു വരുന്നു. കൂടാതെ ഡെയിലി നിങ്ങൾ ഇതുപോലെ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും നിരവധി ഗുണങ്ങളും ഉണ്ട്. നമ്മുടെ സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ കുറയുകയും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൽ 5 മുതൽ 15 വരെ കാര്യങ്ങൾ 1 മിനിറ്റിൽ നിങ്ങൾക്ക് എഴുതി തീർക്കാൻ കഴിയും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. ചിലപ്പോൾ നിങ്ങൾക്ക് 15-ൽ കൂടുതൽ കാര്യങ്ങൾ എഴുതി തീർക്കാനും കഴിയും. ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമാണെന്ന് നിങ്ങൾക്ക് എഴുതി തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് 1 മിനിറ്റിൽ എഴുതി തീർക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നലുണ്ടാവാം. പക്ഷേ എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി 2-ാമത്തെ മിനിറ്റ്. 2-ാമത്തെ മിനിറ്റിൽ നമ്മൾ എഴുതേണ്ടത് നിങ്ങളുടെ ഇയർലി ആൻഡ് മന്ത്ലി ഗോൾസ് ആണ്. എൻ്റെ മോർണിംഗ് റുട്ടീനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതാണ്. എൻ്റെ ലക്ഷ്യങ്ങൾ ദിവസവും ഇങ്ങനെ എഴുതുക എന്നത്. എനിക്ക് മന്ത്ലി 3 ലക്ഷ്യങ്ങളും ഇയർലി 3 ലക്ഷ്യങ്ങളും ഉണ്ട്. ഇത് ഞാൻ ഡെയിലി 1 മിനിറ്റിൽ എഴുതി തീർക്കും. ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എല്ലാ ദിവസവും എഴുതുന്നത്? എല്ലാ ദിവസവും പ്രത്യേകിച്ച് രാവിലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുന്നത് കൊണ്ട് ജീവിതത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുന്നത് നിങ്ങളെ ഊർജ്ജസ്വലരാക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന പാതയിലേക്ക് എത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യും. പതിവായി എഴുതുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള സാധ്യത 42% കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. കൂടാതെ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോധത്തിനും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും ഒരു സിഗ്നൽ അയക്കുകയാണ്. എനിക്കത് വേണമെന്നുള്ളൊരു സിഗ്നൽ. എന്തിനാണ് മന്ത്ലി ഗോൾ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതായത് ഇയർലി ഗോൾ മാത്രം പോരെ എന്നത്. ഇയർലി ഗോൾ എഴുതുന്നതിന് പുറമെ നമ്മൾ മന്ത്ലി ഗോളും കൂടെ എഴുതുകയാണെങ്കിൽ ഓരോ മന്ത്ലി ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇയർലി ഗോൾ അച്ചീവ് ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം വർദ്ധിക്കും. ഓക്കെ, അപ്പം ആദ്യത്തെ 1 മിനിറ്റും 2-ാമത്തെ മിനിറ്റും കഴിഞ്ഞു. അടുത്ത 3-ാമത്തെ മിനിറ്റ്. 3-ാമത്തെ മിനിറ്റ് ചെയ്യേണ്ട കാര്യം ആ ദിവസം ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുക. ഈ ഒരു കാര്യം എൻ്റെ മോർണിംഗ് റൊട്ടീനിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ദിവസം പൂർത്തിയാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓരോ ദിവസവും വ്യക്തത, അതായത് ക്ലാരിറ്റി നേടാൻ എന്നെ ഇത് സഹായിക്കുന്നു. അതായത് 3 കാര്യങ്ങൾ എഴുതാൻ 1 മിനിറ്റ് പോരെ. ഇതെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമതായി, ആ ദിവസം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ആ ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. കൂടാതെ മറ്റ് പ്രാധാന്യമില്ലാത്ത, അതായത് സമയമെടുക്കുന്നതും പ്രാധാന്യമില്ലാത്തതുമായ ജോലികളിലേക്ക് പോകാതിരിക്കാനും നിങ്ങളെ ഇത് സഹായിക്കും. ഓക്കെ,
അപ്പോൾ ഒന്നാമത്തെ, രണ്ടാമത്തെ മിനിറ്റ്, മൂന്നാമത്തെ മിനിറ്റും കഴിഞ്ഞു. ഇനി അടുത്ത 4-ാമത്തെ മിനിറ്റ്. 4-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഒന്നുകിൽ അതൊരു മന്ത്രമാവാം, അതൊരു അഫർമേഷനാവാം, എന്തും ആവാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നൊരു മഹത്തായ ദിവസമാണ് എന്ന പോലുള്ളൊരു ചെറിയ മന്ത്രം. ഇത് നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ബുക്കിൽ നിന്നോ എവിടെ നിന്നോ ആവാം. ആ ദിവസം നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അതിനു വേണ്ടിയിട്ടുള്ളൊരു മന്ത്രം. ആ മന്ത്രം എഴുതിയ ശേഷം പലതവണ ഉറക്കെ ആവർത്തിച്ച് വായിക്കുക. ഇത് ചെയ്യാൻ വേണ്ടി 1 മിനിറ്റ് പോരെ? അങ്ങനെ നമ്മുടെ 4 മിനിറ്റ് കഴിഞ്ഞു. അടുത്തതായി 5-ാമത്തെ മിനിറ്റ്. 5-ാമത്തെ കാര്യം മെഡിറ്റേഷനാണ്, ധ്യാനിക്കുക. നമ്മുടെ മോർണിംഗ് റൊട്ടീനിലെ 4 ഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോയ ശേഷം അവസാന ഘട്ടം ധ്യാനിക്കുക എന്നതാണ്. ധ്യാനിക്കാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തണം. ധ്യാനിക്കാൻ നമുക്ക് നിരവധി വഴികളുണ്ട്. എന്നാൽ എൻ്റെ പ്രഭാതങ്ങളിൽ ഇത് ഉൾപ്പെടുത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്ന രീതി എൻ്റെ കണ്ണുകൾ അടയ്ക്കുക, ശേഷം ആ ദിവസത്തെക്കുറിച്ചുള്ള എൻ്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സാധാരണയായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് 10 മുതൽ 15 മിനിറ്റ് വരെയെങ്കിലും ധ്യാനിക്കണം എന്നല്ലേ. എന്നാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും പറയട്ടെ, നിങ്ങൾ എത്ര സമയം ധ്യാനിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം നിങ്ങളത് എത്ര ദിവസം സ്ഥിരമായി ചെയ്യുന്നു എന്നതിലാണ്. അതുകൊണ്ട് തന്നെ 1 മിനിറ്റെങ്കിലും ശാന്തമായി ധ്യാനത്തോടുകൂടി അവസാനിപ്പിക്കുക. എല്ലാ ദിവസവും 1 മിനിറ്റ് അതിനു വേണ്ടി മാറ്റിവെക്കണം. എന്നാൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ അതിനായി നീട്ടിവെക്കാനും ശ്രമിക്കാം. ഈ 5 മിനിറ്റ് മോർണിംഗ് മൈൻഡ് സെറ്റ് മാസ്റ്ററി റൊട്ടീൻ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് എന്നെ കമൻ്റായി അറിയിക്കുകയും വേണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.